എടാ ഈ പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റുകൾ ഏത് എക്സാമിനും ഏത് വാതിരാത്രിക്കും ചോദിച്ചാലും നിങ്ങൾ എഴുതാൻ പറ്റുന്ന പഠിക്കാൻ പറ്റുന്ന കീ പോയിന്റുകളാണ് നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ നോക്കുക, നാഷണൽ ഇൻകം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനം. എടാ നിങ്ങൾ പാരൻസ്, നിങ്ങൾ വീട്ടിൽ ഇപ്പോൾ നിങ്ങളുടെ ഫാദറാണ് ജോലിക്ക് പോകുന്നത് വിചാരിക്കുക, ഫാദറും മദറും ജോലിക്ക് പോകുന്ന വീടുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ ഇൻകം ഉണ്ട് മാസം. ഇപ്പം നിങ്ങളുടെ ഫാദറിനൊരു 30,000 രൂപയാണ് മാസം ശമ്പളം കിട്ടുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതാണ് നിങ്ങളുടെ ഫാമിലിയുടെ ഇൻകം. അതായത് ഫാമിലിയുടെ ഇൻകം. അപ്പം മദറും കൂടെ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ മദറിന് ഒരു 30,000 കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ ഇൻകം എത്രയാണ്? 60,000 രൂപയാണ് നിങ്ങളുടെ ഫാമിലിയുടെ ഇൻകം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ ജി ഡി പി അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്നൊക്കെ നമ്മൾ പറയും. അതൊക്കെ നമ്മൾ +2 അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാനുണ്ട്. നാഷണൽ ഇൻകം എന്ന് വെച്ചാൽ ദേശീയ വരുമാനം, രാജ്യത്തിൻ്റെ വരുമാനം. നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനവും മറ്റ് കാര്യങ്ങളും കണക്ക് കൂട്ടുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് എന്ത് ചെയ്യുക, അസസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അന്നക്കാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടെ തോക്കും വടിയും ബോംബുമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതൊന്നും അസസ് ചെയ്യാനും മനസ്സിലാക്കാനും അവരോട് ഫൈറ്റ് ചെയ്ത് എക്കണോമിക് ടേംസിൽ സംസാരിക്കാനും അങ്ങനെ ആളുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളാണ് ആര്? ഈ പറയുന്ന ആളുകൾ. ഫസ്റ്റ് ആളാണ് ആര്? ദാദാഭായ് നവറോജി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ സ്കൂളിൽ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവും, ദാദാഭായ് നവറോജി. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്താ അതൊക്കെ നമ്മൾ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. നമ്മൾ ആദ്യം ഇതൊന്ന് സെറ്റാക്കട്ടെ. എന്നിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ത്യൻ എക്കോണമിയിൽ വരിക. ഇന്ത്യൻ എക്കോണമിയിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അധികം വരാറുള്ളത്.